എല്ലാ പ്രിയ മലയാളി കാൽപന്ത് പ്രേമികളെയും സ്വാഗതം ചെയ്യുകയാണ്. മഹീന്ദ്ര സൂപ്പർ ലീഗ് കേരളയുടെ തത്സമയ സംപ്രേക്ഷണം മാച്ച് 6 തത്സമയം എത്തുന്നു ചന്ദ്രശേഖരൻ നായർ സ്റ്റേഡിയം തിരുവനന്തപുരത്ത് നിന്നും. എക്സൈറ്റിംഗ് ആയ മത്സരത്തിൽ തിരുവനന്തപുരത്തിന്റെ സ്വന്തം ടീം തിരുവനന്തപുരം കൊമ്പൻസ് തയ്യാറാവുകയാണ് തൃശൂർ മാജിക് FC-യുമായി കൊമ്പ് കോർക്കാൻ. നമുക്ക് കാണാം തിരുവനന്തപുരം കൊമ്പൻസ് FC തൃശൂർ മാജിക് FC-യുമായി ഏറ്റുമുട്ടാൻ പോകുന്നു. തത്സമയം തിരുവനന്തപുരത്ത് നിന്ന് ഞങ്ങൾ എത്തുകയാണ്. തീർച്ചയായും കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നമ്മൾ ഈ എക്സൈറ്റ്മെന്റ് കണ്ടു, വാശിയേറിയ മത്സരങ്ങൾ കണ്ടു. കാലിക്കറ്റും മലപ്പുറവും തമ്മിൽ ടീബാർ എന്നൊരു പോര് കണ്ടു. അതുപോലെ തന്നെ അത്യന്തം ആവേശം നിറഞ്ഞ ആദ്യ അവസാനം ആവേശം നിറഞ്ഞൊരു മത്സര ദിവസത്തിലേക്കാണ് തിരുവനന്തപുരത്ത് നമ്മൾ വന്നു ചേരുന്നത്. സോ തീർച്ചയായിട്ടും ഈ മത്സരത്തിൽ പോയിന്റ് സ്വന്തമാക്കാൻ കൂടുതൽ ആഗ്രഹിക്കുന്നത് തൃശൂർ മാജിക് FC തന്നെയായിരിക്കും. ഏത് പരിശീലകനായാലും അത് നിരാശയുള്ള പോയിന്റ് ഡ്രോപ്പ്, വിന്നിംഗ് പൊസിഷനിൽ നിന്ന് പോയിന്റ് ഡ്രോപ്പ് വരിക എന്ന് പറഞ്ഞാൽ പരിശീലകന് നിരാശയാണ്. ആൻഡ് യെസ്, ഹിയർ വി ഗോ. അനന്തപുരിയുടെ മണ്ണിൽ കളിമേളത്തിന് തുടക്കമാവുകയാണ്. തിരുവനന്തപുരം കൊമ്പൻസും തൃശൂർ മാജിക് FC-യും തമ്മിലുള്ള പോര് തുടങ്ങുന്നു. തീർച്ചയായും ആരാധകരുടെ വലിയ ആരവം നമുക്കവിടെ കേൾക്കാം. കളി ഇനി ഉണർന്നു വരണം. ആരാദ്യം മൂവിലേക്ക് പോകുന്നു എന്ന് ഇവിടെ നോക്കാം. ഒരിക്കൽ കൂടി പരിചയപ്പെടുത്തുകയാണ് കമന്ററി ബോക്സിൽ ഞാൻ ഷിയാസ് മുഹമ്മദ്, എനിക്കൊപ്പം ബിനീഷ് കിര. ഷിയാസ്, രണ്ട് ടീമുകൾ ഒരേ ഫോർമേഷനിലാണ് ഇന്ന് ഗ്രൗണ്ടിൽ കാണുന്നത്. 4-4-2 എന്ന ഫോർമേഷനിലാണ് കളത്തിൽ അവർ ആദ്യം നിരന്നിരിക്കുന്നത്. ഇത് പറയാതെ വയ്യ. തിരുവനന്തപുരത്തിന്റെ കാണികളുടെ സ്നേഹം, ഫുട്ബോളിനെ എന്നും സ്നേഹിച്ച അതേ കാണികൾ ഇവിടെയും ആ സ്നേഹം ഉറപ്പാക്കുന്നു. ഒരു ക്രോസ് ബോക്സിനകത്തേക്ക് അത്ര പവറിലല്ല എങ്കിലും അപകടമുണ്ടാക്കാൻ തക്ക ശേഷിയിലാണ് ആ പന്ത് വന്നത്. വീണ്ടും അവിടെ റഫറിയുടെ ഇടപെടൽ. മത്സരത്തിന്റെ ആദ്യ നിമിഷങ്ങൾ നമ്മളൊന്ന് അനാലൈസ് ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നത് കൊമ്പൻസ് കുറച്ചും കൂടി അഗ്രസീവ് മൂഡിലാണ്, മുന്നോട്ടേക്ക് വന്ന് കളിക്കാൻ താല്പര്യപ്പെടുന്നു. അതേ സമയത്ത് തന്നെ ഇവിടെ ഒരു കോർണർ സംഭവിക്കുന്നു. പാട്രിക് മോട്ടയാണ് പന്തുമായി കാത്തിരിക്കുന്നത്. അഖിൽ ഉൾപ്പെടെയുള്ള താരങ്ങൾ നമുക്ക് അവിടെ കാണാം. ബോക്സിനകത്ത് വരികയാണോ? നല്ലൊരു പഞ്ച് ഔട്ട് ഗോൾ കീപ്പറിന്റെ ഭാഗത്ത് നിന്നും. ഷിയാസ്, ഗോൾ കീപ്പറുടെ പിഴവ് തന്നെയാണ്. കാരണം ആ ബോൾ കുറച്ചും കൂടി വൈഡായി നിന്ന് ബോൾ വാങ്ങേണ്ടതായിരുന്നു. പോസ്റ്റിൽ നിന്ന് തന്നെ വാങ്ങി. പക്ഷേ അതിനൊരു പ്രായശ്ചിത്തം ചെയ്തു, ഒരു പഞ്ച് ചെയ്ത് ക്ലിയർ ചെയ്തു. കൃത്യമായി പഞ്ച് ചെയ്ത് ക്ലിയർ ഉണ്ടായിരുന്നു. സഞ്ജീവ് ഘോഷ്, അദ്ദേഹം എക്സ്പീരിയൻസ് കാൻഡിഡേറ്റ് ആണ്. ഉറപ്പാണ്. ഗോൾ കീപ്പർമാരെല്ലാം വരുന്നവരെല്ലാം എക്സ്പീരിയൻസ്ഡ് താരങ്ങൾ തന്നെയാണ്. ദീർഘകാലത്തെ എക്സ്പീരിയൻസ് ഉണ്ട് ഇവിടെ. സഞ്ജീവൻ ഘോഷ് കൃത്യമായിട്ട് അത് പഞ്ച് ചെയ്ത് കളഞ്ഞു എന്നുള്ളത് നോക്കണം. നല്ലൊരു പ്ലേസിംഗ്. യെസ്, മുന്നിലേക്ക് കയറി വന്ന് നല്ല ടൈമിംഗ്, വെരി ഗുഡ് ടൈമിംഗ്. വീണ്ടും മറുഭാഗത്ത് നിന്ന് വരുന്നു പാട്രിക്. വേട്ട തുടങ്ങുകയാണ്. സെറ്റ് പീസിലൂടെ കോർണറിലൂടെ മറ്റൊരു ഹെഡർ ഡൗൺ ബേർഡ് ആക്കി സെറ്റ് ചെയ്തുകൊണ്ട് അക്കൗണ്ട് തുറക്കുകയാണ് തിരുവനന്തപുരത്തിന്റെ മണ്ണിൽ. ഓൾമോസ്റ്റ് കഴിഞ്ഞ കിക്കില് ഗോളിലേക്ക് എത്തിയതായിരുന്നു. രണ്ടാമത്തെ കോർണർ കിക്കില് കൃത്യമായി അത് ഗോളിലേക്ക് എത്തിക്കാൻ സാധിക്കുന്നു. വളരെ ബുദ്ധിമുട്ടുള്ള സ്ഥലത്ത് തന്നെയാണ് ആ കിക്ക് വന്നത്. ഡിഫൻസിന് ഒരു രക്ഷയുമില്ല. ഓടി വന്ന് ആ ബോളിലേക്ക് ചാർജ് ചെയ്ത് ഹെഡ് ചെയ്യുന്നു. ഒരു ബുള്ളറ്റ് ഹെഡർ എന്ന് തന്നെ പറയാം. ഒരു ഔട്ട് സ്വിംഗ് ആയിരുന്നു. കൃത്യമായി ഔട്ട് സ്വിംഗ് ബോൾ തലയിലേക്ക് കറക്റ്റായി വന്നു കഴിഞ്ഞാൽ ഇറ്റ്സ് എ ഫാന്റാസ്റ്റിക് ഹെഡർ. വിഷ്ണുവിന് അവിടെ കണക്ക് കൂട്ടലുകൾ തെറ്റുന്നില്ല എന്ന് തന്നെ പറയാം. കൃത്യമായ പന്തിലേക്ക് തന്നെ വലിയ ഒരു ഒഴുക്ക് തിരുവനന്തപുരത്ത്. തീർച്ചയായിട്ടും എപ്പോഴും എല്ലാ മത്സരങ്ങളും, അത് ക്രിക്കറ്റ് ആയിക്കോട്ടെ ഫുട്ബോൾ ആയിക്കോട്ടെ, ഒരുപാട് ആരാധക പിന്തുണ നൽകാൻ താല്പര്യപ്പെടുന്ന ഒരു സംഘമാണ് തിരുവനന്തപുരത്തിൻ്റെത്. വീണ്ടും അവിടെ കാണാം മോട്ടയെ ചലഞ്ച് ചെയ്യുന്നു. ഫൗൾ വിളിക്കുക തന്നെ ചെയ്യും. റഫറിയുടെ മുന്നിൽ തന്നെയാണ് പാട്രിക് മോട്ടയെ ഒന്ന് പിടിച്ച് വീഴ്ത്താൻ നോക്കുന്നത്. അവിടെ കാണാം പിറകിൽ നിന്ന് ആദ്യം ഒരു ടച്ച് കൊടുത്തു. അത് കഴിഞ്ഞാണ് വാട്ട് ഈസ് ദ പ്ലാൻ ബി? മോട്ട തൃശൂർ കൊമ്പൻസിന്റെ ഇന്നത്തെ മത്സരം ഇതുവരെ നോക്കിക്കഴിഞ്ഞാൽ കൃത്യമായ ഒരു ഇമ്പാക്ട് ഉണ്ടാക്കുന്ന പ്ലെയർ സോ ഫാർ മോട്ടയാണ്. തിരുവനന്തപുരം കൊമ്പൻസ് മോട്ടയുടെ കൃത്യമായ പ്രസൻസ്. വീണ്ടും ഒരു ചാൻസ് ആകുന്നു. ഒരു കോണ്ടാക്ട് അവിടെ സംഭവിക്കുകയാണ്. ഒരു കീൽ എന്ന് വരുന്ന കോണ്ടാക്ട്. CK വിനീതിനെ ചലഞ്ച് ചെയ്യുന്നു. യെല്ലോ കാർഡാണ് റഫറി നേരെ പുറത്തെടുത്തിരിക്കുന്നത്. അഖിൽ ചന്ദ്രന് നേരെയാണ് കാർഡ് നൽകിയിരിക്കുന്നത്. കാണാം ഒരു ഡേഞ്ചർ ഏരിയയിലാണ്. വളരെ ക്രൂഷ്യലായ സ്ഥലത്താണ് ആ ഫ്രീ കിക്ക് ലഭിച്ചിരിക്കുന്നത്. രണ്ട് ഡിഫൻസിന്റെയും പിഴവ്. ആദ്യം
സെൻട്രൽ ഡിഫൻഡറിനെ അത് ക്ലിയർ ചെയ്യാൻ സാധിക്കുന്നില്ല. അതിനുശേഷം അഖിലിന് there was no option, പുറത്തായതുകൊണ്ട് രക്ഷപ്പെടുന്നു. പുറകിൽ നിന്നും സ്റ്റാർട്ട് ചെയ്യാൻ താല്പര്യപ്പെടുന്നില്ല. ഗോൾ കീപ്പറിൽ നിന്നും ഒരു ബിൽഡപ്പിനുള്ള ശ്രമം നൽകാതെ ലോങ് ബോൾ ആണ് കളിക്കാൻ ശ്രമിച്ചത്. കാരണം ഒരു ഗോളിന്റെ ലീഡ് ഇപ്പോഴുണ്ട്, അതുകൊണ്ട് തന്നെ റിസ്ക് എടുക്കാൻ താല്പര്യപ്പെടുന്നില്ല. ഇപ്പോൾ ഒരു ബിൽഡപ്പിനുള്ള ശ്രമം നടക്കുന്നു. ദാറ്റ് വാസ് എ അക്രോബാറ്റിക് എഫേർട്ട്. മസ്ലോ ടസ്കാനോ ബ്രസീലിയൻ താരമായിരുന്നു. ആദിൽ ആ ബോൾ CK വിനീതിലേക്ക് മറിച്ച് നൽകാൻ ശ്രമിക്കുന്നു. ഒരു കൗണ്ടർ അറ്റാക്ക് ഓൺ ദ ബ്രേക്ക്. തിരുവനന്തപുരം കോമ്പൻസ് വലത് വിങ്ങിലേക്ക്, പക്ഷെ ഒരു ആക്യുറേറ്റ് പാസ് നൽകാൻ സാധിച്ചില്ല. എങ്കിലും വലതുവശത്തോടുള്ള മുന്നേറാൻ ശ്രമിക്കുന്നത് കൃത്യമായ വാട്ട് എ പേസി റൺ, കൃത്യമായി ഇന്റർസെപ്റ്റ് ചെയ്യപ്പെടുന്നു. വളരെ നല്ല ഒരു മുന്നേറ്റമാണ്. തിരുവനന്തപുരം കൊമ്പൻ റൈറ്റ് വിങ്ങറായി നമ്പർ 18 ജേഴ്സിയിൽ അഷർ അണ്ടർ 23 താരമാണ്. വാട്ട് എ ഗുഡ് മൂവ്. അഷറിന്റെ ആ പേസ് മികച്ചതായിരുന്നു, പക്ഷെ അദ്ദേഹത്തെ കൃത്യമായി അവിടെ കോർണറായിട്ട് വിളിക്കപ്പെട്ടു. എന്തായാലും കളി മാറ്റാൻ ഒരു കോർണർ മതി എന്ന് നേരത്തെ നമ്മൾ കണ്ടു. ഇവിടെ വരുന്നു കോർണർ, ഒരു കർവ് ഹെഡർ ട്രൈ. പക്ഷെ ഇത്തവണ ഉയരക്കാരനായ ഗോൾ കീപ്പർ മൈക്കിൾ സാന്റോസിന് വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. പന്ത് അദ്ദേഹത്തിന്റെ റീച്ചിൽ തന്നെയായിരുന്നു. അഭിജിത്ത് സർക്കാരിന്റെ ആ കോർണർ ബോൾ ജസ്റ്റിനായിരുന്നു ഹെഡ് ചെയ്യാൻ ശ്രമിച്ചത് അദ്ദേഹത്തിന്, പക്ഷേ ഒരു കറക്റ്റ് കോണ്ടാക്ട് അത് ലഭിക്കുന്നില്ല. ഒരു കൊളിഷനാണ് അവിടെ ബോക്സിനകത്ത്. മറ്റപകടങ്ങളിലേക്ക് പോയില്ല. അഭിജിത്ത് സർക്കാരിന് പകരം സപ്നീതിനെയാണ് കളത്തിലേക്ക് കൊണ്ടുവരുന്നത്. ഇതായിരുന്നു 18 യാർഡ് ബോക്സിലേക്ക് വന്ന ബോൾ. വീണ്ടും ഗോൾ കീപ്പറുടെ ഇവിടെ നോക്കാം. പാട്രിക് മോട്ട പന്തുമായി കാത്തിരിക്കുന്നു. കാലുകളിൽ അപകടം ഒളിപ്പിച്ച പാട്രിക് മോട്ട നല്ലൊരു കേർവിൽ തന്നെയാണ് പന്ത് സെറ്റ് ചെയ്യുന്നത്. Still a chance, scoring range and goes in the goal. അപ്പീലുകളൊക്കെ വിഫലമാണ്. അവിടെ വല കുലുങ്ങുകയാണ്. പപ്പൂയയിലൂടെ ലീഡ് പിടിക്കുന്നു. കാലിൽ അപകടം ഒളിപ്പിച്ച പാട്രിക് മോട്ട പന്ത് കൃത്യമായി മറിച്ചു നൽകുന്നു. പപ്പൂയ വല കുലുക്കുമ്പോ രണ്ടാമത്തെ ഗോളിലേക്ക് എത്തുകയാണ്. അനന്തപുരിയുടെ മണ്ണിൽ തിരുവനന്തപുരം കൊമ്പൻസ് തല ഉയർത്തി തന്നെ നിൽക്കുന്നു. പപ്പൂയയുടെ കരുത്തിൽ മഹീന്ദ്ര സൂപ്പർ ലീഗ് കേരളയിലെ ഹോം ടീമിന്റെ ആദ്യ വിജയം അടുത്തിരിക്കുന്നു എന്ന് വേണമെങ്കിൽ നമുക്ക് പറഞ്ഞു വെക്കാം. രണ്ടാമത്തെ ഗോൾ നേടിയെടുക്കുന്നു പപ്പൂയയിലൂടെ. നമ്മൾ പറഞ്ഞ പോലെ തന്നെ അനാവശ്യമായ ഒരു ഫൗള്, അതിൽ നിന്നും കിട്ടിയ ഒരു സെറ്റ് പീസ് ഫാർ എൻഡിലേക്ക് വരുന്നു. കൃത്യമായി അത് പോസ്റ്റിലേക്ക് ഉന്നം വെക്കാതെ മറിച്ചു നൽകുന്നു. പപ്പൂയ മേക്കിംഗ് നോ മിസ്റ്റേക്ക്. സ്ലൈഡിംഗ് ആണെങ്കിൽ പോലും കൃത്യമായി തന്നെ ഗോൾ കീപ്പറെ കബളിപ്പിച്ച് പോസ്റ്റിന്റെ മൂലയിലേക്ക് പതിപ്പിക്കുന്നു. സോ അവസാന ക്വാർട്ടറിലേക്ക് കളി കടക്കുകയാണ്. 2-0. ഏതാണ്ട് കാര്യങ്ങൾ ലോക്കാണ്. ഇനി തിരിച്ചടിക്കണമെങ്കിൽ ഈ സമയത്തെങ്കിലും തൃശ്ശൂർ മാജിക് FC അക്കൗണ്ട് തുറക്കണം. അല്ലെങ്കിൽ ഇത് കൊമ്പൻസിന് സമയം നിയന്ത്രിച്ച് മാത്രം ഈ കളി ജയിച്ചു കയറാൻ പറ്റും. വീണ്ടും സീസന്റെ ഒരു റിക്കവറി. പാട്രിക് മോട്ട മുന്നിലേക്ക് നീട്ടി നൽകുന്നു അഷറിലേക്ക്. കീ പ്ലെയർ അഷറിന്റെ അകത്തേക്കുള്ള ഒരു പന്ത്. ഡേഞ്ചർ. അവിടെ അതിലും വലിയ അപകടമായിട്ട് അവിടെ മാറിയേനെ. അഷർ വലതുവശത്ത് വളരെ നല്ല മുന്നേറ്റങ്ങൾ നടത്തുന്നുണ്ട്. അതിനുശേഷം അദ്ദേഹത്തിന്റെ ഒരു പാസ് അത്ര പെർഫെക്ഷൻ അല്ലെങ്കിൽ പോലും ഡിഫൻഡറുടെ ജസ്റ്റിന്റെ ആ രക്ഷപ്പെടുത്താനുള്ള ശ്രമം, ഗോൾ കീപ്പറുടെ വളരെ ടഫായ ഒരു സേവ് ആണത്. റിഫ്ലക്സ് ആക്ഷൻ എന്ന് പറയാം. ഫ്ലാങ്ക് മാറി ഒരു അറ്റാക്കിലേക്ക് വരികയാണ് ഇവിടെ മാജിക് FC. തൃശൂർ മാജിക് രക്ഷയില്ല. അവിടെ നോക്കുക, 3 പേര് ആ വഴി അടയ്ക്കാൻ വെയിറ്റ് ചെയ്യുന്ന ഒരു ഹെവി ക്രോസ് സെറ്റ് ചെയ്യുകയാണ്. CK വിനീത് മറിച്ചു കൊടുക്കുന്ന പന്ത് വീണ്ടും സെന്ററിൽ അപകടം തന്നെയാണ്. പവർ ബോൾ നേരെ ഗോൾ കീപ്പറിന്റെ റീച്ചിലേക്ക് തന്നെയായി പോയി. ബെല്ലക്കിന്റെ അടി വന്നത് മൈക്കിൾ സാന്റോസ് ഈസി ആയിട്ട് കളക്ട്. വലതുവശത്ത് വന്ന ആ ലോങ് ബോൾ CK വിനീതിന്റെ ഹെഡർ ക്ലിയറൻസിൽ അവിടെ ഒരു അപാകത ഉണ്ടായിരുന്നു, പക്ഷെ അത് മുതലാക്കാൻ സാധിക്കുന്നില്ല. കയറാനുള്ള സാധ്യതയാണ് ഇപ്പോൾ ഉള്ളത്. സോ തിരുവനന്തപുരം കൊമ്പൻസ് ഒരു ഗംഭീര ഹോം മത്സരം
ഹോം മത്സരത്തിൽ ജയിച്ചിട്ടില്ല എന്നുള്ള നമ്പറൊക്കെ തിരുത്താൻ വേണ്ടിയുള്ള കളികളിലാണ്. വീണ്ടും നല്ലൊരു ഗെയിൻ ഉണ്ടാക്കിയിരിക്കുന്നു. സ്കോറിംഗ് റേഞ്ചിലേക്ക് വരാൻ വേണ്ടിയുള്ള ശ്രമങ്ങൾ, ഡിഫൻസിനെ ഒക്കെ വെട്ടി ഒഴിഞ്ഞുകൊണ്ടുള്ള കൺട്രോളാണ് അവിടെ നമ്മൾ കാണുന്നത്. വീണ്ടും അകത്തേക്ക് തന്നെ ഡേവിഡ് കൂണിലേക്ക് സെറ്റ് ചെയ്യുന്നു. പപ്പൂയ അത് മാനേജ് ചെയ്യുകയാണ്, കഴിഞ്ഞിട്ടില്ല. വീണ്ടും ഒരു ചാൻസ് ഉണ്ട് അവിടെ. കൊമ്പൻസിന്റെ അവസാനവട്ട ശ്രമങ്ങൾ മൂന്നാമത്തെ ഗോളിലേക്ക് എത്താൻ വേണ്ടിയുള്ള പരിശ്രമത്തിലാണ് അവിടെ. വീണ്ടും ഒരു ക്രോസിനുള്ള സമയമുണ്ട്. കട്ട് ബാക്ക് സെറ്റ് ചെയ്യുന്നു. കുറച്ചധികം സമയം ട്രാവൽ ചെയ്ത ശേഷം ക്രോസ്. ചെറിയൊരു മാർജിനിലാണ് അവിടെ മിസ് സംഭവിക്കുന്നത്. വളരെ ചെറിയ മാർജിൻ. പകരക്കാരനായി വന്ന ഗണേശൻ ക്ലോസ് ഗോൾ. ഷിയാസ്, നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ശരിക്കും പറഞ്ഞ ഒരു ടിക്കി ടാക്ക ഫുട്ബോളിന്റെ ശൈലിയാണ് അവിടെ ഡിഫൻസിൽ, അതായത് തൃശ്ശൂർ ഡിഫൻസിന്റെ ഇടയിൽ അവിടെ കാഴ്ചവെച്ചുകൊണ്ടിരിക്കുന്നത്. സോ ഇനിയുള്ള വെയിറ്റിംഗ് മുഴുവൻ ഫൈനൽ വിസിലിന്റെ ശബ്ദത്തിന് വേണ്ടിയാണ്. തിരുവനന്തപുരം കൊമ്പൻസിന്റെ സ്വന്തം കോട്ടയിൽ തൃശ്ശൂർ മാജിക് FC-യെ തളച്ചിടുന്ന കാഴ്ചയാണ് നമ്മൾ ഈ മത്സരത്തിൽ കണ്ടത്. അച്ചടക്കം, ടാക്ടിക്കൽ മേൽക്കൈ കൊണ്ടുവന്നുകൊണ്ട് തിരുവനന്തപുരം കൊമ്പൻസിന്റെ ഏറ്റവും മനോഹരമായ ഫുട്ബോളിന് തന്നെ നമ്മൾ ഇന്ന് സാക്ഷിയായി. മഹീന്ദ്ര സൂപ്പർ ലീഗ് കേരള പുരോഗമിക്കവേ തീർച്ചയായിട്ടും കരുതിയിരിക്കേണ്ട ടീമുകളിൽ ഒന്ന് തന്നെയാണ് തിരുവനന്തപുരം കൊമ്പൻസ്. ആൻഡ് ദാറ്റ്സ് ഇറ്റ്, ഡൺ ആൻഡ് ഡസ്റ്റഡ്. തിരുവനന്തപുരത്തിന്റെ കോട്ടയിലേക്ക് വന്ന തൃശ്ശൂർ മാജിക് FC-ക്ക് കളി തെറ്റുന്നു, കളി മറന്നു പോകുന്നു. പാട്രിക് മോട്ട എന്ന മജീഷ്യന്റെ നിരന്തര പരിശ്രമങ്ങളാണ് 2 ഗോളിനും വഴിയൊരുക്കിയത്. സോ വിഷ്ണു TM, അതിനുശേഷം പപ്പൂയ 2 ഗോളുകളിൽ കളി മാറ്റിയിരിക്കുന്നു. തിരുവനന്തപുരം കൊമ്പൻസ് നിർണായകമായ പോയിന്റ് ചേർത്ത് വെക്കുകയാണ്. ഗോൾ ഡിഫറൻസിൽ മുന്നിലേക്ക് വരികയാണ് പോയിന്റ് ടേബിളിൽ. സോ തൃശ്ശൂർ മാജിക് FC-ക്ക് പരാജയ ക്ഷീണം, തിരുവനന്തപുരം കൊമ്പൻസ് FC-ക്ക് ഇന്ന് ആഘോഷരാവ്. വരാനിരിക്കുന്ന നല്ല മത്സരങ്ങൾ, വരാനിരിക്കുന്ന മത്സരങ്ങളിലെല്ലാം ഇനി പ്രതീക്ഷയോടെ തിരുവനന്തപുരം ജനത ഉറ്റുനോക്കും. എങ്ങനെയാണ് തങ്ങളുടെ കൊമ്പൻസ് കളിക്കുന്നതെന്ന് കാണാൻ എല്ലാ മേഖലയിലും ആധിപത്യം സ്ഥാപിച്ചുകൊണ്ട് എതിരാളികളെ കളിക്കാൻ പോലും അനുവദിക്കാതെ കൃത്യമായ നിയന്ത്രണത്തിൽ തിരുവനന്തപുരം കൊമ്പൻസിന്റെ വിജയാഘോഷത്തിലേക്ക് പോവുകയാണ്. തിരുവനന്തപുരം ചന്ദ്രശേഖരൻ നായർ സ്റ്റേഡിയത്തിൽ തീർച്ചയായിട്ടും ആ ഒരു എക്സൈറ്റ്മെന്റ് താരങ്ങളുടെ മുഴുവൻ ശരീരഭാഷയിൽ കാണാം. പപ്പൂയയുടെ ഒരു ഉഗ്രൻ ഗോള് വരുന്നത് നമ്മൾ കണ്ടു. സുനിർണായകമായ പോയിന്റ് സ്വന്തമാക്കാൻ കഴിയുന്നു. ടീമിന്റെ മൊറാൽ കൃത്യമായിട്ട് ഉയരുന്നു. സോ യെസ്, മത്സരത്തിന്റെ കണക്കുകൾ നമുക്ക് നോക്കാം. ഫുൾ ടൈമിൽ പൊസഷൻ തൃശ്ശൂർ മാജിക് FC-ക്ക് 57. ഷോട്ടുകളുടെ എണ്ണത്തിലും മുന്നിലുണ്ട്, 7 ഷോട്ടുകൾ. മറുപടിയായിട്ട് തിരുവനന്തപുരം കൊമ്പൻസിന് 3 ഉള്ളൂ. 3-ൽ 2 ഓൺ ടാർഗറ്റായി. 7-ൽ 3 ഷോട്ടുകൾ ഓൺ ടാർഗറ്റ് ആക്കിയത് തൃശ്ശൂർ മാജിക് FC. ഫൗളുകളുടെ എണ്ണത്തിലും വലിയ വ്യത്യാസങ്ങളില്ല. കാര്യമായിട്ടുള്ളൊരു ഫൈറ്റ്, 2 പേരും ഫൗളുകളുടെ കാര്യത്തിൽ